പാഴും ശൂന്യവുമെന്ന് നാം കരുതി ഉപേക്ഷിക്കുന്ന ഏതൊരു സാഹചര്യത്തെയും, ഏതൊരു വ്യക്തിയെയും, ഏതൊരു വസ്തുവിനെയും മനോഹരമാക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ, നമ്മളെല്ലാം നഷ്ടപ്പെടുത്തി വേസ്റ്റാക്കി കളയുന്ന ഒരു കുപ്പിയും കുറച്ച് പേപ്പറും വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ മനോഹരമായ, നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിലാകാൻ ശ്രദ്ധിക്കണം. ആ കുപ്പിയുടെ ചുറ്റിനും ആദ്യം ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ പേപ്പർ ബോൾ നല്ല ഫിക്സ് ആയിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. ഞാൻ റെഡ് കളറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം കൂടി പേപ്പർ ഒട്ടിച്ചെടുക്കണം. താഴെ ഭാഗം കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകാൻ വൈറ്റ് പെയിൻറ്റ് കൊടുത്തു. വാഴയില കൊണ്ടുണ്ടാക്കിയ റോസാപ്പൂവാണ് മുകൾ ഭാഗം അലങ്കരിക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി അലങ്കരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മുത്തുകളോ റെഡിമെയ്ഡ് ആയിട്ടുള്ള പൂക്കളോ വെച്ചിട്ട് അലങ്കരിക്കാം. അങ്ങനെ വലിച്ചു കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ഈ ബാക്കി ഭാഗം ചുരുട്ടി സൈഡുകളിലേക്ക് റൗണ്ടിൽ മടക്കി വയ്ക്കുക. എന്നിട്ടത് കൂട്ടി പിടിച്ചുകൊണ്ട് അതിൻ്റെ പുറം ഭാഗത്ത്, ആ പൊങ്ങിപ്പോകുന്ന ആ ഭാഗത്ത് ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ കാണുമ്പോൾ ആ റോസാപ്പൂ അധികം ഭംഗിയില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ വളരെ മനോഹരമാവും.
ഫെവിക്കോൾ വെച്ചാണ് ഇപ്പോൾ ഞാൻ അവിടെ ഒട്ടിക്കുന്നത്. ഈ റോസാപ്പൂക്കൾ ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ് മുകൾ ഭാഗത്ത് നമ്മൾ ആ പേപ്പർ ആദ്യമേ ഒട്ടിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ രണ്ടാമതൊരു കോട്ടും കൂടി കൊടുക്കണം. ഇതിൻ്റെ താഴ്ഭാഗത്ത് ആ വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നിടത്ത് വിവിധ കളറുകൾ കൊണ്ട് ഡോട്ടുകൾ ഇട്ടാൽ അത് മനോഹരമായിരിക്കും. സ്റ്റഡി ടേബിളിൻ്റെയൊക്കെ മുകളിൽ പേനയും പെൻസിലും ഒക്കെ ഇട്ട് വയ്ക്കാൻ നല്ലൊരു ഡെക്കോറായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.